കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുള്ള വിഷയമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. ലൈംഗിക ആരോപണങ്ങൾ പല രാഷ്ട്രീയ ഉന്നതരുടെയും പതനത്തിന് വരെയും കാരണമായിട്ടുണ്ട്. നേതാക്കൾ പൊതുജീവിതത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും മാതൃകയായിരിക്കണമെന്ന് പറയാറില്ലേ? എന്നാൽ പൊതുപ്രവർത്തനത്തിൽ സത്യസന്ധതയും സുതാര്യതയും പുലർത്തുന്നത് പോലെ ജീവിത മൂല്യങ്ങളും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ? രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് നേതാക്കൾക്കെതിരെ ലൈംഗികാരോപണങ്ങളും കേസും ഉയർന്നു വരുന്നത്. കോൺഗ്രസിൻ്റെ യുവ പോരാളിയായി കത്തിക്കേറിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കിയത് ഒരു പെണ്ണ് കേസാണ്. എന്നാൽ അതൊരൊറ്റപ്പെട്ട സംഭവമല്ലെന്ന് തെളിയിക്കുന്ന നിരവധി പരാതികൾ പിന്നെയും കേട്ടു. കോഴിക്കോട് താമരശ്ശേരിയിൽ KPCC അംഗത്തിനെതിരെയും പത്തനംതിട്ടയിൽ BJP നേതാവിനെതിരെയും കാസർഗോഡ് SFI ജില്ലാ സെക്രട്ടറിക്കെതിരെയുമുള്ള പരാതികൾ അതീവ ഗൗരവമുള്ളതാണ്. ആ കേസുകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. കേരളത്തിൽ അടുത്തിടെയായി ആഭിചാരത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും മറവിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തുടർക്കഥയാവുകയാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റാമെന്ന് പറഞ്ഞ് സമീപിക്കുന്നവരാണ് കുടുംബത്തിൽ നാശം വിതയ്ക്കുന്നത്. പത്തനംതിട്ടയിൽ ആഭിചാരത്തിൻ്റെ മറവിൽ 15-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് BJP പ്രാദേശിക നേതാവാണ്. BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന രഞ്ജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടൂർ നെല്ലിമുകൾ സ്വദേശിനിയായ 15-കാരിക്ക് നേരെയായിരുന്നു അതിക്രമം. രഞ്ജുവിനെ നേരത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നുവെന്നാണ് BJPയുടെ വിശദീകരണം. ദളിത് കുടുംബത്തിന്റെ വീട്ടിൽ പൂജയ്ക്കെത്തിയതായിരുന്നു രഞ്ജു. മുറിയിൽ പൂജയ്ക്കായി ക്രമീകരണങ്ങൾ നടത്തിയ ശേഷം പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ പുറത്താക്കി. ആഭിചാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പെൺകുട്ടിയെ പ്രതി ഉപദ്രവിക്കുകയായിരുന്നു. ഭയന്ന പെൺകുട്ടി 2 ദിവസത്തിന് ശേഷമാണ് രക്ഷിതാക്കളെ വിവരമറിയിച്ചത്. രക്ഷിതാക്കൾ തുടർന്ന് അടൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ വീടുകളിൽ ഇയാൾ ഇത്തരത്തിൽ ഉപദ്രവം നടത്തിയിട്ടുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട്. പോരുവഴിയിലെ ഒരു പഞ്ചായത്ത് അംഗം മുഖേനയാണ് രഞ്ജു പെൺകുട്ടിയുടെ വീട്ടിൽ പൂജയ്ക്ക് എത്തിയത്. ന്യൂസ് 18 പത്തനംതിട്ട. അധികാരം കിട്ടുന്നതുവരെയും രാഷ്ട്രീയ നേതാക്കൾ പൊതുവെ മര്യാദക്കാരായിരിക്കും അല്ലേ? നാട്ടുകാരോട് ഏറ്റവും മാന്യമായി പെരുമാറുകയും മാതൃകാ ജീവിതം നയിക്കുകയും ചെയ്യും. പിന്നീട് അധികാരത്തിലേക്ക് വരുമ്പോഴാണ് ചിലരുടെ തനി സ്വഭാവം പുറത്തു വരുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിലെ കോൺഗ്രസ് നേതാവും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ അരവിന്ദൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ്. എന്നാൽ ഇയാളുടെ സ്വഭാവ വൈകൃതം ഇപ്പോഴാണ് മനസ്സിലായത്. യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചെന്ന പരാതിയിൽ അരവിന്ദനെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ DYFIയും മഹിളാ അസോസിയേഷനും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. KPCC അംഗവും താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായ അരവിന്ദാക്ഷനെതിരെയാണ് യുവതി ഗുരുതരമായ ലൈംഗികാതിക്രമ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. താമരശ്ശേരി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ സ്ഥാപനം നടത്തിവരികയായിരുന്നു പരാതിക്കാരിയായ യുവതി. അരവിന്ദൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിലാണ് ഈ സ്ഥാപനത്തിന് അനുമതി ലഭിക്കുന്നത്. എന്നാൽ അടുത്ത ജൂലൈയിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തന കാലാവധി അവസാനിക്കുകയാണ്. തുടർന്ന് ലൈസൻസ് കാലാവധി നീട്ടിക്കിട്ടുന്നതിനായി പഞ്ചായത്തിൽ ശുപാർശ ചെയ്യണമെന്നാവശ്യപ്പെട്ട് യുവതി മുൻ പ്രസിഡന്റായ അരവിന്ദനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഈ ശുപാർശയുടെ കാര്യം സംസാരിക്കാനായി യുവതിയെ അരവിന്ദൻ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച്
ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. സംഭവത്തിന് പിന്നാലെ അരവിന്ദൻ ഒളിവിൽ പോയി. ഇയാൾക്കായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. സംഭവം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു ഷാഫി പറമ്പിൽ MP-യുടെ പ്രതികരണം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും MP. നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ ആരാണെങ്കിലും പോലീസ് നിയമപരമായ കാര്യങ്ങളുമായിട്ട് അതിനകത്ത് മുന്നോട്ട് പോട്ടെ. അതിനകത്തൊന്നും വേറെ തടസ്സം നിൽക്കുന്ന സമീപനം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. സംഭവത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ശക്തമായ ജനവികാരമാണ് പ്രാദേശികമായി ഉയരുന്നത്. അരവിന്ദനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DYFIയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും താമരശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. പ്രതിയെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്ന് ഇടത് സംഘടനകൾ ആരോപിച്ചു. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നുവെന്നും ഒളിത്താവളത്തെക്കുറിച്ച് വിവരം ലഭിച്ചുവെന്നുമാണ് താമരശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. ഇത് പാർട്ടി കോടതിയാണ്. പെണ്ണു പിടിച്ചാലും വൃത്തികേട് കാണിച്ചാലും സംരക്ഷിക്കും. കൊള്ളയ്ക്കും കൊലയ്ക്കും കൂട്ടുനിൽക്കും. SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി K. അനുരാഗിനെതിരെയുള്ള പരാതി അതീവ ഗൗരവമുള്ളതാണ്. എന്നാൽ അയാൾക്കെതിരെ ഇപ്പോൾ നടപടി വേണ്ടെന്നാണ് SFIയുടെ തീരുമാനം. ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയച്ചെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ അനുരാഗിനെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് SFI ഫ്രാക്ഷൻ യോഗത്തിലെ തീരുമാനം. പരാതിക്കാരിയുമായി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇതിനിടെ വിഷയത്തിൽ ഇതുവരെയും CPM ജില്ലാ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയച്ചെന്ന് ചൂണ്ടിക്കാട്ടി SFI ഏരിയ കമ്മിറ്റി അംഗമായ വിദ്യാർത്ഥിനിയാണ് SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി K. അനുരാഗിനെതിരെ നേതൃത്വത്തിന് പരാതി നൽകിയത്. 2 ആഴ്ചക്കുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്നും വിദ്യാർത്ഥിനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏരിയ തലത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നീട് വിദ്യാർത്ഥിനിയോട് അനുരാഗ് മോശമായി സംസാരിച്ചതായാണ് വിവരം. ഇതേ തുടർന്ന് വിദ്യാർത്ഥിനി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇത് വകവയ്ക്കാതെ മൊബൈൽ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകി. എന്നാൽ 2 മാസത്തിലധികമായിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് CPM ജില്ലാ നേതൃത്വം SFI സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയതായാണ് വിവരം. ഫ്രാക്ഷൻ യോഗത്തിൽ അനുരാഗിനെതിരെ നടപടി വേണ്ടെന്ന തീരുമാനമാണ് എടുത്തത്. പരാതിക്കാരിയുമായി ഒത്തുതീർപ്പിന് ശ്രമം നടത്തുന്നതായും വിവരമുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്ന പെൺകുട്ടിയുടെ മുന്നറിയിപ്പുള്ളതിനാൽ ഏത് രീതിയിലായിരിക്കും വിഷയത്തിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും SFIയുടെ പ്രധാന നേതാവിനെതിരെ ഇത്തരത്തിൽ പരാതി ഉയർന്നത് SFIയെയും CPMനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ ഇതുവരെയായും CPM ജില്ലാ നേതൃത്വം പ്രതികരിക്കാത്തതും ശ്രദ്ധേയമാണ്. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ നിയമവ്യവസ്ഥയെയും മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആൾക്കൂട്ടാക്രമണം കൊലപാതകവും അരങ്ങേറുന്ന കാഴ്ച. സാധുക്കളായ മനുഷ്യരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന മനോവൈകൃതമുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. കാസർഗോഡ് ബോവിക്കാനത്ത് യുവാവിനെ ആൾക്കൂട്ടം വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവത്തിലേക്കാണ്. ബോവിക്കാനത്തെ മുഹമ്മദ് റഫീഖിനെയാണ് ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ 5 പേർക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു. യുവാവിനെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതേസമയം വീട് കയറി ആക്രമിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റത്തിന് റഫീഖിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്.
കടമായി നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മുഹമ്മദ് റഫീഖിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതി. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റഫീഖ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 5 പേർക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു. വീട് കയറി ആക്രമിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റത്തിന് റഫീഖിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. മുൻ പ്രവാസിയും നിലവിൽ കൂലിവേല ചെയ്തു വരികയുമായിരുന്ന മുഹമ്മദ് റഫീഖിനെ 3 മണിക്കൂറിലേറെ നേരം കെട്ടിയിട്ട് ആൾക്കൂട്ടം മർദ്ദിച്ചെന്നാണ് ആരോപണം. ദുബായിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ബാലനടക്ക സ്വദേശി റഫീഖ് 8000 രൂപ ബാലനടക്ക സ്വദേശിയായ അഫ്രീദിന് കടമായി നൽകിയിരുന്നു. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ ശേഷം പലതവണ പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. ഇതിന്റെ തുടർച്ചയായി സംസാരിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയപ്പോഴാണ് ആക്രമിച്ചതെന്നാണ് റഫീഖിന്റെ പരാതി. പ്ലാസ്റ്റിക് കയറും തുണിയും ഉപയോഗിച്ച് കൈകാലുകൾ ബന്ധിച്ച ശേഷം വടികൾ, ചെരുപ്പ്, ഓലമടൽ എന്നിവ ഉപയോഗിച്ചും ചവിട്ടിയും ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. വിവരം ലഭിച്ചതിനെ തുടർന്ന് ആദൂർ പോലീസ് സ്ഥലത്തെത്തി മുഹമ്മദ് റഫീഖിനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വിദഗ്ധ പരിശോധനയിൽ ഗുരുതരമായ ആന്തരിക പരിക്കുകൾ കണ്ടെത്തിയതോടെയാണ് യുവാവിനെ പിന്നീട് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അതേസമയം രാത്രി വീട്ടിലെത്തിയ റഫീഖ് ഒരു പ്രകോപനവുമില്ലാതെ ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നാണ് മറുവാദം. തുടർന്ന് ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് റഫീഖിനെ പിടിച്ചുകെട്ടി പോലീസിൽ ഏൽപ്പിച്ചതെന്നും ഇവർ പറയുന്നു. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി CPIM മുളിയാർ ലോക്കൽ കമ്മിറ്റി രംഗത്തെത്തി. കടം നൽകിയ പണം ചോദിച്ചതിന് യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത് ക്രൂരമാണെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും മുളിയാർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ആദൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. സിരകളിൽ ലഹരി പടർന്നാൽ എന്തും ചെയ്യാമെന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ യുവാക്കൾ മാറുന്നത് അപകടകരമാണ്. മദ്യവും ലഹരി ഉപയോഗിച്ചാൽ പോലീസിനെയോ നിയമ സംവിധാനങ്ങളെയോ പേടിയില്ലാത്ത തലമുറ. കൊല്ലം പുനലൂരിൽ മദ്യലഹരിയിലുള്ള യുവാവിൻ്റെ പരാക്രമം പോലീസ് ഉദ്യോഗസ്ഥന് നേരെയായിരുന്നു. വാറന്റ് കേസ് പ്രതിയെ കാണാനെത്തിയ സുഹൃത്താണ് പോലീസ് സ്റ്റേഷനിൽ കയറി SHOയുടെ മൂക്കിടിച്ചു പരിക്കേൽപ്പിച്ചത്. കേസിൽ പുനലൂർ സ്വദേശി ബിജോയ് രാജിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ സ്ഥിരം കുറ്റവാളിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസം പുനലൂർ പോലീസ് ഒരു കേസുമായി ബന്ധപ്പെട്ട പ്രതി ബിജോയിയുടെ സുഹൃത്ത് ഷൈജുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സുഹൃത്ത് ഷൈജുവിന്റെ വിവരങ്ങൾ അന്വേഷിക്കാനാണ് ബിജോയ് സ്റ്റേഷനിൽ എത്തിയത്. കസ്റ്റഡിയിലുള്ള ഷൈജുവിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ബിജോയ് സ്റ്റേഷനിലേക്ക് കയറി വന്നു. മദ്യപിച്ചാണ് ഇയാൾ സ്റ്റേഷനിലെത്തിയെന്നും സ്റ്റേഷനകത്ത് പരസ്യമായി ബഹളം വെച്ച് അക്രമാസക്തനായെന്നും പോലീസ് പറയുന്നു. അതിനിടെ സ്റ്റേഷനകത്ത് ബഹളം കേട്ടാണ് SHO ഓഫീസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അക്രമാസക്തനായ ബിജോയിയെ തടയാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി CAയ്ക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു.
SHOയുടെ മുഖത്ത് ബിജോയ് ആഞ്ഞിടിച്ചുവെന്നും ഇടിയുടെ ആഘാതത്തിൽ SHOയുടെ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റുവെന്നുമാണ് കേസ്. സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റ് പോലീസുകാർ ഇടപെട്ട പ്രതിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസുകാരെ ആക്രമിക്കൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പുനലൂർ. മദ്യലഹരിയിൽ അഴിഞ്ഞാടുന്ന യുവാക്കൾ നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പത്തനംതിട്ട കോന്നിയിൽ എയർഗണ്ണുമായി 3 അംഗ സംഘം തെരുവിലിറങ്ങിയ സംഭവം പോലീസിനെ പോലും ഞെട്ടിച്ചു. ഒടുവിൽ വിശദമായ അന്വേഷണത്തിലാണ് മോഷ്ടിച്ച എയർഗണ്ണാണ് പ്രതികൾ ഉപയോഗിച്ചതെന്ന് മനസ്സിലായത്. നഗരമധ്യത്തിൽ തോക്കുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ 3-ാം പ്രതിയും അറസ്റ്റിലായി. കോന്നി അരുവാപ്പൂലം സ്വദേശി വിനോദാണ് വലയിലായത്. സംഭവത്തിൽ ഊട്ടുപാറ സ്വദേശികളായ ഷോൺ തോമസും സജിൻ വർഗീസും നേരത്തെ പോലീസിന്റെ പിടിയിലായിരുന്നു. മദ്യലഹരിയിൽ എയർഗണ്ണുമായി ജൂൺ 7-ന് രാത്രിയിലാണ് കോന്നി ടൗണിൽ യുവാക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സംഭവത്തിൽ ഊട്ടുപാറ സ്വദേശികളായ ഷോൺ തോമസ്, സജിൻ വർഗീസ് എന്നിവരെ പോലീസ് നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ വിനോദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത എയർഗണ്ണിനെ പറ്റി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എയർഗൺ ഊട്ടുപാറയിലുള്ള ഒരു വീട്ടിൽ നിന്നും ഇവർ മോഷ്ടിച്ചതാണ് എന്ന് മനസ്സിലായത്. വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ എയർഗൺ കൂടാതെ ഒരു ഗിറ്റാറും മോഷണം പോയതായി കണ്ടെത്തിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി മൂന്നാറിലെ മാരിസ്വാമിക്ക് ഇപ്പോൾ വളരെ മോശം സമയമാണ്. തുടർച്ചയായുള്ള രോഗവും വേദനയും, അതിനിടെ വീട്ടിൽ നടന്ന കവർച്ചയും. ചികിത്സാ ആവശ്യങ്ങൾക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവുമാണ് കള്ളൻ കൊണ്ടുപോയത്. വീടിൻ്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് 1,70,70,000 രൂപയും 10 പവൻ സ്വർണവും കവർന്നത്. കള്ളന്മാരാണെങ്കിലും ഒരൽപ്പം മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ പണവും സ്വർണവും നിങ്ങൾ തിരിച്ചു കൊടുക്കണം കേട്ടോ. നയമക്കാട് എസ്റ്റേറ്റിലെ 8 മുറിയിൽ ലയത്തിൽ താമസിക്കുന്ന മാരിസ്വാമി കാളിയമ്മ ദമ്പതികളുടെ വീട്ടിലാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച രാവിലെ ജോലിക്കായി വീട്ടിൽ നിന്ന് പോയ കാളിയമ്മ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മടങ്ങിയെത്തിയപ്പോഴാണ് വീടിന്റെ പൂട്ടു തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ഒച്ചവെച്ച് സമീപത്തെ ആളുകളെയും കൂട്ടി നടത്തിയ പരിശോധനയിലാണ് വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1,70,70,000 രൂപയും 10 പവൻ സ്വർണവും നഷ്ടമായതായി വ്യക്തമായത്. ചികിത്സാ ஆവശ്யங்களுக்காய் மாற்றிவச்சிருந்த பணமான மோஷனம் போயது. நான் காலையில் டியூட்டிக்கு வீட்டுக்காரரு வியாபாரம் பார்க்கறதுக்காக காலையில் 7 மணிக்கு போயிட்டாரு. நான் 7:15க்கு வீட்டை பூட்டிட்டு டியூட்டிக்கு போயிட்டு மத்தியானம் 1:05 வீடு வந்து திறக்கும் போது நான் வரையிலேயே பகுதி கதவு வெளி தகர கதவு திறந்து கிடந்தது. வீட்டுக்குள்ளே போய் பார்த்த உடனே வீடு பூட்டி இருந்துச்சு. பூட்டி சாவியை வச்சு பூட்டை திறக்கும் போது பூட்டு கொண்டியோட கீழே விழுந்த உடனே என் வீட்டில் ஏதோ சம்பவிச்சிருச்சுன்னு சொல்லி எனக்கு வீட்டுக்குள்ளே கரண்ட் இல்லாதனால எனக்கு வீட்டுக்குள்ளே போக ரொம்ப பயமாக இருந்துச்சு. அதனால பக்கத்தில் உள்ளவங்க எல்லாரும் வந்து தான் வீட்டுக்குள்ளே எல்லாரும் என்னையை கூட்டிகிட்டு போய் நான் பீரோவும் ஒரு இரும்பு ட்ராவும் இருந்துச்சு. அதில் தான் பணம் நகையெல்லாம் வச்சு பார்க்கும்போது என்னுடைய நகை 10 பவுனும் 1,70,70,000 திருட்டு போனதை தெரிஞ்சுட்டு எங்கள் வீட்டுக்காரருக்கு மட்டும் கூப்பிட்டு வீட்டில் பணம் நகையும் திருட்டு போச்சுன்னு சொல்லிட்டு உடனே நாங்கள் സംഭവത്തെ തുടർന്ന്
തുടർന്ന് വീട്ടുകാർ മൂന്നാർ പോലീസിൽ പരാതി നൽകി. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിനിമയെ വെല്ലുന്ന മോഷണ ശ്രമം. അഡ്മിഷൻ ഫീസിനത്തിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ കവരാനെത്തിയ സംഘം ലോക്കർ പുറത്തേക്ക് കൊണ്ടുപോയി പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. സംഭവത്തിൽ ഡ്രോണും ലാപ്ടോപ്പും നഷ്ടമായെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. പണം ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത മോഷണ ശ്രമമെന്നാണ് പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങളിൽ നിന്ന് മോഷണ സംഘത്തിൽ 4 പേരുണ്ടായിരുന്നതായി വ്യക്തമായി. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നെല്ലിമറ്റത്തെ എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചൊവ്വാഴ്ച രാത്രിയാണ് മോഷണ ശ്രമം നടന്നത്. കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലും പ്രിൻസിപ്പലിന്റെ മുറിയിലുമാണ് മോഷ്ടാക്കൾ കയറിയത്. അഡ്മിഷൻ നടപടികൾ പുരോഗമിക്കുന്നതിനാൽ കോളേജിൽ പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞവരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. അഡ്മിഷൻ സെന്ററിൽ നിന്ന് ഡ്രോണും ലാപ്ടോപ്പും മോഷണം പോയെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. ഓഫീസിലുണ്ടായിരുന്ന ലോക്കറും മോഷ്ടാക്കൾ പുറത്തേക്ക് കൊണ്ടുപോയി പൊളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ലോക്കർ തുറക്കുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു. ലോക്കറിൽ ലക്ഷങ്ങളുണ്ടായിരുന്നു. പണം ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത ശ്രമമാണിതെന്നാണ് നിഗമനം. കോളേജിലും ഹോസ്റ്റലിലും സെക്യൂരിറ്റി ജീവനക്കാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ കുറച്ച് കുട്ടികൾ മാത്രമേ എക്സാമുമായി ബന്ധപ്പെട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എൻട്രൻസിൽ ഒരു സെക്യൂരിറ്റിയും കോളേജ് ഹോസ്റ്റലിൽ ഒരു സെക്യൂരിറ്റിയാണുള്ളത്. വളരെ പഠിച്ച് ആണ് ഈ കള്ളൻ ഇതിനകത്ത് കയറിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTV ദൃശ്യത്തിൽ ഏതാണ്ട് 4 പേരെയാണ്, മുഖംമൂടി ധരിച്ച 4 പേരെയാണ് കാണാൻ കഴിയുന്നത്. ഈ അഡ്മിഷൻ സമയമാണ് ഇവിടെ സേഫിൽ ലോക്കറിൽ പൈസ ഉണ്ടാകും എന്ന ഒരു കാൽക്കുലേഷനിൽ തന്നെയാണ് ഇത്രയും കാലമായിട്ട് ഇവിടെ നടക്കാത്ത ഒരു ശ്രമം ഇവിടെ നടന്നത്. ഏതാണ്ട് ഒരു ലാപ്ടോപ്പും ഒരു ഡ്രോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോക്കർ ഓഫീസിൽ നിന്നും ട്രോളി ഉപയോഗിച്ച് അവിടെ മതിലിൻ്റെ അരികത്ത് വരെ എത്തിച്ച് അവിടെ ഇട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു. അതിന് കറണ്ട് കണക്ഷനൊക്കെ എടുത്ത് അത് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ലോക്കർ ഇവിടെ കിടക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മോഷണ സംഘത്തിൽ 4 പേർ ഉണ്ടായിരുന്നതായി വ്യക്തമായി. പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികളിലേക്ക് ഉടൻ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 കോതമംഗലം. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷിതമായ ഇടം എവിടെയാണ്? പൊതുസ്ഥലത്തും ക്യാമ്പസുകളിലും തൊഴിലിടത്തും അവർ ആക്രമണത്തിന് ഇരകളാകുന്നു. പാലക്കാട് കഞ്ചിക്കോട് IIT ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച സംഭവം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23 രാത്രിയിൽ ക്യാമ്പസിനുള്ളിൽ വെച്ച് പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ മാസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. കേസിൽ പിടിയിലായ പ്രതി സുമൻ മാഞ്ചിയെ കസ്റ്റഡിയിൽ വാങ്ങി ക്യാമ്പസിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കഞ്ചിക്കോട് IIT ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ കൊൽക്കത്ത സ്വദേശി നിർമ്മാണ തൊഴിലാളിയായ സുമൻ മാഞ്ചിയെ കസബ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പ്രതിയെ കഞ്ചിക്കോട് IIT ക്യാമ്പസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഫെബ്രുവരി 23 രാത്രി ക്യാമ്പസിലെ മെസ്സിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെയാണ് ഇയാൾ മരക്കഷ്ണം ഉപയോഗിച്ച് ആക്രമിച്ചത്. സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ തലയ്ക്കും നെറ്റിക്കും സാരമായി പരിക്കേറ്റിരുന്നു. ആക്രമണത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയ അതിഥി തൊഴിലാളിയെ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിലൊടുവിൽ കൊൽക്കത്തയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സാഹസികമായി പിടികൂടിയത്. ക്യാമ്പസിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന പ്രതിയുമായി
കൂടുതൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് നീക്കം. കഴിഞ്ഞ ദിവസം നടന്ന തിരിച്ചറിയൽ പരേഡിൽ ആക്രമണത്തിനിരയായ വിദ്യാർത്ഥിനി ഇയാളെ തിരിച്ചറിഞ്ഞിരുന്നു. ന്യൂസ് 18 പാലക്കാട്. ലഹരി കടത്താൻ പല രീതികളും പരീക്ഷിക്കുന്നവരാണ് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ. വയനാട് സുൽത്താൻ ബത്തേരിയിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് യുവാവ് MDMA കടത്താൻ ശ്രമിച്ചത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് പരപ്പൻപോയിൽ സ്വദേശി സനീഷ് കുമാറിൽ നിന്ന് 64 ഗ്രാം MDMA പിടിച്ചെടുത്തു. ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിൽ വയറ്റിനുള്ളിൽ ലഹരി പാക്കറ്റും കണ്ടെത്തിയിട്ടുണ്ട്. വിദഗ്ധ പരിശോധനയ്ക്കായി ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വയനാട് ജില്ലാ പോലീസ് മേധാവിക്കും ലഹരി വിരുദ്ധ സ്ക്വാഡിനും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കർണാടകയിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സിലെ യാത്രക്കാരനായിരുന്നു സനീഷ്. കോട്ടക്കുന്ന് വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ചെയ്ത ചോദ്യം ചെയ്യലിലാണ് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ ലഹരി കണ്ടെത്തിയത്. ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിൽ വയറ്റിനുള്ളിലെ ലഹരി പാക്കറ്റ് കണ്ടെത്തി. ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിലെത്തിച്ച് വിദഗ്ധ പരിശോധന നടത്തി. ന്യൂസ് 18 വയനാട്. താരസംഘടനയായ അമ്മയിലെ തർക്കം നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കാണ് ഇപ്പോൾ ഏറ്റവും തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇപ്പോൾ കോടതി വരെ എത്തിയിരിക്കുന്നു. നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ എന്നിവർക്കെതിരെ അൻസിബ നൽകിയ ഹർജിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. 3 പേർക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അൻസിബ ഹർജി നൽകിയത്. പ്രോസിക്യൂട്ടർ അവധിയായതിനാൽ വാദം കേൾക്കുന്നത് 27ലേക്ക് മാറ്റിയിട്ടുണ്ട്. അൻസിബ പോലീസിൽ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്നും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി തൃക്കാക്കര SP നേരത്തെ കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെതിരെയാണ് അൻസിബയുടെ ഹർജി. റിപ്പോർട്ടിന്റെ കോപ്പി അൻസിബയ്ക്ക് നൽകി. പോലീസ് അന്വേഷണങ്ങളിൽ വിശ്വാസമില്ല എന്നും പ്രതികളെ സംരക്ഷിക്കാനാണ് പോലീസിന്റെ നീക്കമെന്നും കഴിഞ്ഞ ദിവസം അൻസിബ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രതികളുടെ മൊഴിയെടുത്തത് എന്ത് കീഴ്വഴക്കമാണെന്നും അൻസിബ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. നടൻ ടിനി ടോം വർഗീയ പരാമർശം നടത്തിയെന്ന അൻസിബയുടെ പരാതിയിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേസിൽ ടിനി ടോമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പ്രാഥമിക അന്വേഷണം പൂർത്തിയായതിനു ശേഷമായിരിക്കും കേസ് എടുക്കണോ എന്നതിൽ പോലീസ് അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് 18 കൊച്ചി. അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. ചില ആളുകളെ കുറിച്ച് നമ്മളിങ്ങനെ പറയാറില്ലേ, അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആകാം, പക്ഷെ അവരെ അല്പം സൂക്ഷിക്കുന്നത് നല്ലതല്ലേ? അങ്ങനെ ഒരാളോട് വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? വാക്കിന് നെറിവില്ലാത്തവരെയും രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവരെയും സുഹൃത്തൊപ്പമില്ലാത്തപ്പോൾ അയാളുടെ കുറ്റം പറയുന്നവരെയും ആരെങ്കിലും വിശ്വസിക്കുമോ? അതുപോലെ തന്നെയാണ് വിശ്വാസവഞ്ചന കാണിക്കുന്നവരും. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടാകും. അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒരകലം പാലിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.